അനീഷേട്ടൻ അനുമോളെ പ്രപ്പോസ് ചെയ്തല്ലോ. അപ്പം അനീഷേട്ടനും അനുമോളും തമ്മിലൊരു കോംബോ. എനിക്ക് അവർ ആദ്യം വന്നപ്പോൾ അനീഷേട്ടൻ അനുമോൾ ഇഷ്ടമുണ്ടായിരുന്നില്ല, അവർ തമ്മിൽ വഴക്കൊക്കെ ആയിരുന്നു. ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഒരു ഭയങ്കര അകൽച്ചയിൽ നിന്നിട്ട് പെട്ടെന്ന് ഒരു 100ാമത്തെ ദിവസം അടുക്കുമ്പോഴത്തേക്കും പോയി പ്രപ്പോസ് ചെയ്ത ഒരാളാണ് അനീഷേട്ടൻ. അപ്പം ആദ്യം മുതലേ മനസ്സിലാക്കി ലാസ്റ്റ് അടിയുണ്ടാക്കി അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെ വന്ന് ഇഷ്ടപ്പെട്ട ഒരാളാണ് അനുമോൾ. അതേ ഒരു കാര്യം ഇതിൽ പറയുന്നുണ്ട്. സാധാരണ അനീഷേട്ടൻ ഈ മോഡേൺ സ്ത്രീകളെ ഇഷ്ടമല്ല, നമ്മൾ സ്ത്രീകളെ ഇഷ്ടമല്ല. അപ്പോൾ ബാംഗ്ലൂരിൽ ഒരു യാത്ര പോയപ്പോൾ അനീഷേട്ടൻ്റെ ബസ്സിൽ ഒരു സ്ത്രീ അടുത്ത സീറ്റിൽ അടുത്ത് വന്നിരുന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഇതിനകത്ത് പറയുന്നുണ്ട്. അത് ഭയങ്കര രസമാട്ടോ. ഇത് കേട്ടോ, യാത്രയിൽ തൊട്ടടുത്തിരിക്കുന്നത് ഒരു സ്ത്രീയാണ്. 40കൾ പ്രായം തോന്നിക്കുന്ന അവർ സാമാന്യ മോഡേൺ ലുക്കിലായിരുന്നു. തമിഴാണോ മലയാളമാണോ എന്ന് ഒറ്റ നോട്ടത്തിൽ പിടികിട്ടുന്നില്ല, പക്ഷെ ആത്മവിശ്വാസം അവരുടെ മുഖത്ത് നന്നായി പ്രകടമായിരുന്നു. ആധുനിക വനിതകൾ അങ്ങനെയുള്ളവരാണ്, അങ്ങനെ തന്നെ ആവുകയും വേണം. അടുത്ത സീറ്റിൽ സ്ത്രീകൾ യാത്രക്കാരായി വരുന്നത് പൊതുവെ എനിക്കിഷ്ടമല്ല. കൃത്യമായ സാമൂഹിക അകലം പാലിക്കേണ്ടി വരുമെന്നതാണ് കാരണം. ഒന്നും കൂടി വ്യക്തമാക്കിയാൽ, അറിയാതെയാണെങ്കിൽ കൂടി തട്ടലും മുട്ടലും പാടില്ല. സെമി സ്ലീപ്പർ ബസ്സിൽ അത് പാലിക്കാൻ ഭഗീരഥ പ്രയത്നം തന്നെ വേണ്ടിവരും. ശരിക്കും അനീഷേന് ഒരു സ്ത്രീ അടുത്ത് വന്നിരിക്കുന്നത് ഇഷ്ടമല്ല. അന്ന് ആ ബാംഗ്ലൂർ പോകുന്ന യാത്രയിൽ ഒരു സ്ത്രീ അടുത്ത് വന്നിരുന്നു. ആ ഒരു മോഡൽ സ്ത്രീ ആയിരുന്നു. അപ്പൊ അനീഷേന് ഇഷ്ടപ്പെട്ടില്ല. അകലം പാലിച്ചിരിക്കുന്ന ഒരാളാണ്, സ്ത്രീകളോട് അകലം പാലിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം കുറച്ചു നേരം ആളോട് സംസാരിച്ച് വന്നപ്പോൾ ആളെ ഇഷ്ടപ്പെട്ടു എന്നാ പറയുന്നത്. കുറച്ച് അധികം നേരം സംസാരിച്ച് വന്നപ്പോൾ ആളുടെ സ്വഭാവം മനസ്സിലായി, അങ്ങനെ ആളെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ബിഗ് ബോസിൽ എനിക്ക് തോന്നിയതും. ആദ്യം അനുമോളെ ഇഷ്ടമുണ്ടായിരുന്നത്, സംസാരിച്ച് ഒരു 100ാമത്തെ ദിവസം അടുപ്പിക്കാറാവുമ്പോൾ ഒരിഷ്ടം തോന്നുന്നു. അങ്ങനെ സ്ത്രീകളെ അടുപ്പിക്കാത്ത ഒരു മനുഷ്യനൊന്നും അല്ല, സ്ത്രീകളെ അടുപ്പിക്കില്ല എന്ന് പറയും, അങ്ങനെ അടുപ്പിക്കാൻ ഇഷ്ടമല്ല, പക്ഷെ സംസാരിച്ച് വന്നപ്പോൾ തോന്നിയൊരു ഇഷ്ടം, അതാണ് ഈ കഥയിൽ പറയുന്നത്. അത് തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് സംഭവിച്ചത്. സ്നേഹിച്ചാൽ അങ്ങ് ചങ്ക് പറച്ച് സ്നേഹിക്കുന്ന, സൗഹൃദത്തിൽ അങ്ങേയറ്റം കാണിക്കുന്ന ഒരാളാണ് അനീഷേട്ടൻ. അത് നമ്മൾ ബിഗ് ബോസിൽ കാണുകയും ചെയ്തു. ഷാനവാസായിട്ടുള്ള ഒരു സൗഹൃദം